കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ പോരാട്ടം എന്ന പ്രധാനപ്പെട്ടതായ ഒരു വിഷയത്തെ ആധാരമാക്കിയാണ്. നമുക്ക് ഈ ആഴ്ച പഠിക്കാനുള്ളത് ആസന്നമായ സംഘട്ടനം എന്നുള്ളതായ 11ാമത്തെ പാഠമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്റർ ബിനോയിയെ ദൈവനാമത്തിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി പാസ്റ്റർ. പാസ്റ്റർ വി എം ജോസഫ് അവറുകൾ പാസ്റ്ററേയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വരാനിരിക്കുന്നതായ ഒരു വലിയ സംഘട്ടനം, സംഘർഷം, വലിയ ഒരു പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണം, അത് എപ്രകാരമാണ് ദൈവജനത്തെ ബാധിക്കുവാൻ തക്കവണ്ണം പോകുന്നത്, ദൈവജനത്തിന് എപ്രകാരമാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യമാണ്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യം ആകുന്നു. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങളും 4-ാം അധ്യായം 11-ാം വാക്യത്തിലുമൊക്കെയും നന്മയും തിന്മയും തമ്മിൽ ഉള്ളതായ ഒരു സംഘട്ടനം എപ്പോഴും ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്നു. അതിൽ നമ്മുടെ പങ്ക് എന്താണ്? വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 7-9 ത്രിവിധ ദൂതുകളാണ് പറയുന്നത്. വേറൊരു ദൂതൻ ആകാശമധ്യം പറക്കുന്നത് കണ്ടു. സകല ഗോത്രത്തോടും ഭാഷയോടും ജാതിയോടും വംശത്തോടും അറിയിക്കാൻ എൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ട് എന്നുള്ളതാണ്. 9-ാമത്തെ കാര്യത്തിൽ മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിച്ചു നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവരെല്ലാവരും അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും ഉയരും എന്നുള്ളതാണ്. ഇതിനെ രണ്ടിനും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വലിയ ബന്ധമുണ്ട്. ബന്ധം ഇതാണ്: ദൈവത്തിൻ്റെ സാബത്തിനെ അംഗീകരിക്കാത്തവർ, അതായത് ക്രിസ്തു ദൈവമാണ്, സൃഷ്ടിതാവായ ദൈവമാണെന്ന് അംഗീകരിക്കാതിരിക്കുന്നവർ, അവരാണ് ശബത്തിനെ നിഷേധിക്കുന്നവർ. അത് 1-ാം ദൂതൻ്റെ ദൂതാണ്. ഇവിടെ പറയുന്നത് അവരുടെ നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുക. അത് പിശാചിൻ്റെ സാത്താൻ്റെ അടയാളമാണ്. അത് സാത്താനെ ആരാധിക്കുന്നതിനെയും അവനെ പിൻപറ്റുന്നതിൻ്റെയും അടയാളമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഏൽക്കുന്നവർക്കാണ് നിത്യദണ്ഡനം, നരകം, ശിക്ഷ ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ശബത്ത് അനുസരിക്കുന്നവർക്ക്, കർത്താവായ യേശുക്രിസ്തുവിനെ സൃഷ്ടിതാവായി ആരാധിക്കുന്നവർക്ക് നിത്യജീവനും അല്ലാത്തവർക്ക് നിത്യ നാശവും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ആരാണ് ദൈവത്തെ അനുസരിക്കുന്നത്, ആരാണ് ദൈവത്തെ അനുസരിക്കാത്തത് എന്ന് തെളിയിക്കാനുള്ള അടയാളമാണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒന്നുകിൽ അനുസരിക്കുമ്പോൾ ഒന്നുകിൽ അനുസരിക്കാതിരിക്കുമ്പോൾ, ആ 2 ശക്തികളും തമ്മിലുള്ള കോമ്പറ്റീഷൻ, അതായത് 2 വശത്തേക്കും ആളുകളെ ചേർക്കാനുള്ള ഒരു വ്യഗ്രത നമുക്ക് കാണാം. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ഇനി അധിക കാലമില്ല എന്ന് വിചാരിച്ച് മനുഷ്യരെ മുഴുവനും ഈ തെറ്റിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ തർക്കത്തിൻ്റെ പ്രധാന ആശയം ആരാധനയാണ്. സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ബൈബിൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ഒരു മൃഗം അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്നെ ആരാധിക്കുക എന്നുള്ളതാണ്. ആരാധനയുടെ ഫോക്കസ് സൃഷ്ടിതാവായ ദൈവത്തിലേക്ക് പോകണോ അതോ പിശാചിലേക്ക്, സാത്താനിലേക്ക് പോകണോ എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള ബന്ധം. പാസ്റ്റർ ജോസഫ്, ദൈവത്തിൻ്റെ വചനത്തിൽ സൃഷ്ടികർത്താവ് ആരാണ് എന്ന് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അത് പഴയ നിയമത്തിൽ നിന്നാണെങ്കിലും പുതിയ നിയമത്തിൽ നിന്നാണെങ്കിലും ആ കർത്താവ് ആരാണ് നമുക്ക് കണ്ടുപിടിക്കുവാനും വേദപുസ്തകം വായിക്കുന്നതായ സകല മനുഷ്യർക്കും അത് തെളിവായി മനസ്സിലാക്കുവാൻ ഗുണം സാധിക്കും. ഈ അന്ത്യകാലത്ത് ആരാധന ഇങ്ങനെയുള്ളതായ ഒരു സംഘർഷത്തിന് അല്ലെങ്കിൽ ഒരു സംഘട്ടനത്തിന് കേന്ദ്ര വിഷയമായി തീരുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം പഠിക്കുമ്പോൾ സൃഷ്ടികർത്താവിനേക്കാൾ സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ഭജിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതിന് പകരം മറ്റ് മാധ്യമങ്ങളിലേക്ക് തിരിയുന്ന ഒരു അവസ്ഥാവിശേഷം. ഇപ്പോൾ പാർശ്വവിനെ സൂചിപ്പിച്ച പോലെ മൃഗത്തെ ആരാധിക്കുക,
ആ മൃഗം കൊണ്ടുവന്ന ആ അടയാളമായി ഞായറാഴ്ച ആരാധിക്കുക. അത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അടിസ്ഥാനം തെറ്റി എന്ന് നമുക്ക് ദൈവത്തോട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥമായ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ശബത്ത് നാൾ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നുള്ള കൽപ്പനയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് അത് കാണിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ദൈവകൽപ്പന യേശുവിൽ വിശ്വാസം കാത്തുകൊള്ളുന്നവർ വിശുദ്ധന്മാർ. അതുകൊണ്ട് അവർ ദൈവകൽപ്പനയ്ക്ക് അനുസരിച്ചുള്ള ശബ്ദം അതിനെ അനുസരിക്കണം എന്ന് തിരുവനന്തപുരം ഓർപ്പിക്കുന്നു. ഇത് ഏറ്റവും പരമപ്രധാന ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ആരാധനയുടെ നാമധേയത്തിലാണ് സാത്താൻ പാപത്തിൻ്റെ ആരംഭം കണ്ടെത്തുന്നത് തന്നെ. കാരണം സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കുന്നു. ആ ആരാധനയ്ക്ക് ലൂസിഫറും യോഗ്യനാണ് എന്നുള്ളതായ ഒരു ചിന്തയാണ് പാപത്തിൻ്റെ ആരംഭം കുറിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. പാസ്റ്റർ ബിനോയ്, ശബത്ത് സൃഷ്ടാവിനെയും അവൻ്റെ അധികാരത്തെയും കാണിക്കുന്നു. അവസാന നാളിൽ ഈ ഒരു പ്രശ്നം അഥവാ അധികാരം ഒരു വികേന്ദ്രിതമായ ഒരു സംഘടനത്തിന് ഇടയായിത്തീരും. കാരണം ഞാനാണ് അധികാരി, അല്ലെങ്കിൽ ദൈവമല്ല എന്നുള്ളതായ ഒരു ചിന്ത ഇപ്പോഴേ ഭൂമിയിൽ അത് നിലനിൽക്കുന്നുണ്ട്. മത മേലധ്യക്ഷന്മാർ ഞങ്ങൾ പറയുന്നതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്നുള്ളതായ ചിന്ത ആത്മീയ ഗോളത്തിൽ നിലവിൽ വരുന്നുണ്ട്. ഇത് അന്ത്യനാളിൽ ആകുമ്പോൾ ഇത് വർദ്ധിക്കുന്നത് എപ്രകാരമാണ്? ദാനിയേൽ 7:25 നോക്കുകയാണെങ്കിൽ ആരാധിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോയൽറ്റി ടു ദ ക്രിയേറ്റർ, സൃഷ്ടിതാവായ ദൈവത്തിനോടുള്ള വിധേയത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബത്ത് എന്ന് പറയുന്നത് സൃഷ്ടിതാവായ ദൈവത്തെ അംഗീകരിക്കാനുള്ള അടയാളമാണ് എന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് അശോകസ്തംഭം അടയാളമായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കളെ തിരിച്ചറിയാനുള്ള അടയാളമാണ് ഇത്. ദാനിയേൽ 7:25 ഒരു ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വന്ന് സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റും എന്ന് പറയുന്നുണ്ട്. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റും. അത്യുന്നതിന് വിരോധമായി സംസാരിക്കുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റും. സമയവും നിയമവും മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ കണക്കനുസരിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ സന്ധ്യ മുതൽ സന്ധ്യ വരെ ഒരു ദിവസമായി കണക്കാക്കിയിട്ടിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അർദ്ധരാത്രി മുതൽ അർദ്ധരാത്രി വരെയാണ് സമയം മാറ്റിയത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബയോറിതം നഷ്ടപ്പെട്ടു. മിക്കവാറുമുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും കാരണം ഈ ബയോറിതത്തിൻ്റെ ചേഞ്ചാണ്. എങ്ങനെയാണ് വേദപുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ താളഭംഗം തെറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ നിയമങ്ങളും. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജോസഫ്, നാം ദൈവത്തിൻ്റെ ആരാധനയെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാർ ഈ ആരാധനയുടെ നാമധേയത്തിൽ അന്ത്യകാലമാകുമ്പോൾ അവർക്ക് ഒരു പീഡനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് നാം സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരായിരിക്കുന്നത് നമുക്ക് അത്തരത്തിലുള്ളതായ ഒരു പീഡനം ഉണ്ടാകും എന്ന് നോക്കി പാർക്കുന്നത്? അപ്പോൾ 2 മുദ്രകളെ കുറിച്ച് പഠിക്കുകയുണ്ടായി. ഒന്ന് ദൈവത്തിൻ്റെ മുദ്രയും മറ്റൊന്ന് മനുഷ്യൻ്റെ മുദ്ര അഥവാ മൃഗത്തിൻ്റെ മുദ്രയും. മൃഗത്തിൻ്റെ മുദ്ര കേൾക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ മുദ്ര കേൾക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ശബ്ദത്തിൽ വെളിപ്പാട് പുസ്തകം 13:17 വാക്യം പറയുന്നതനുസരിച്ച് അവർക്ക് വിൽക്കാനോ വാങ്ങാനോ വയ്യാത്ത സാഹചര്യം പോലും ഉണ്ടാകാൻ പോകുന്നു എന്നാണ് തിരുവനന്തപുരം പഠിക്കുന്നത്. കാരണം ലോകത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങൾക്കും കാരണം ഈ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരാണ് എന്ന് ലോകം നമ്മെ പഴിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇപ്പോൾ കത്തോലിക്ക സഭ ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പ്രൊട്ടസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരെ മാത്രമാണെന്ന് പോപ്പ് പറഞ്ഞു കഴിഞ്ഞിരിക്കുക. ബാക്കിയുള്ളവരൊക്കെ അവരുടെ കൂടെ തന്നെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അലയൻസ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരാണ് ഇപ്പോൾ പ്രൊട്ടസ്റ്റൻസ് എന്നുള്ളത്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ അവരാണുള്ളത്. അതുകൊണ്ട് നമുക്ക് പീഡനം വരുന്നുള്ള യാതൊരു സംശയത്തിന് അവകാശമില്ല. കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ, അത് ഇപ്പോൾ തന്നെ പല വിധത്തിലുണ്ട് എങ്കിലും അത് പ്രകടമായി അതിൻ്റെ മൂർധന്യത്തിലെത്തുന്നത് കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പായിരിക്കും. നമ്മളെല്ലാ വിധത്തിലും പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യും. ഒപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാകും. ആ വിധങ്ങളെല്ലാം സിസ്റ്റർ വൈറ്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ കൺട്രി ലീവിനെ കുറിച്ച് പറഞ്ഞത്. എല്ലാ മലകളിലേക്കും മറ്റിടങ്ങളിലേക്കും പോകണം, അവിടെ പോയി തനിച്ച് താമസിക്കണം, അവർക്ക് ആവശ്യമുള്ളത് അവരത് തന്നെ കൾട്ടിവേറ്റ് അല്ലെങ്കിൽ കൃഷി ചെയ്തുണ്ടാക്കണം, അതിൽ ഭക്ഷിക്കണം എന്നൊക്കെ പറയുന്നതിന് കാരണം അതാണ്. അപ്പോൾ ആ വിധത്തിലുള്ള പീഡനം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ഏറ്റവും കൂടുതൽ മൂർധന്യത്തിലെത്തുന്നത് കർത്താവ് വരുന്നതിന് തൊട്ട് മുൻപായിരിക്കും. ആ സമയത്ത് നമുക്ക് എല്ലാ വിധത്തിലുള്ള 4 ഭാഗത്തു നിന്നുള്ള പീഡനം നമുക്കുണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മളത് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യണം. പാസ്റ്റർ ബിനോയ്, നാം വേദപുസ്തകം പഠിക്കുന്നതായ സമയത്ത്
ഈ ശബത്ത് ആചരണം എന്ന് പറയുന്നതായ പ്രധാനപ്പെട്ടതായ നമ്മുടെ വിശ്വാസത്തിന് പലപ്പോഴും ഇന്നത്തെ ക്രയവിക്രയങ്ങൾ നാം ശബത്തിൽ ചെയ്യുവാൻ നിർബന്ധിതരാകുകയും നാം ഈ പീഡനത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നാം വായിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും വിശ്വസിക്കുകയും അത് പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ നാം വിട്ടുവീഴ്ചയ്ക്ക് മുതിരുന്നു എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് ഉണ്ട്. പാസ്റ്റർ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? യഥാർത്ഥത്തിൽ അന്ത്യകാലത്ത് അതിനെ ഈ ഒരു രീതിയിലൂടെ തന്നെ ആയിരിക്കണം കാര്യങ്ങൾ വരിക എന്നുള്ളത്. ദാനിയേൽ 7:25 സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റും എന്ന് പറയുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ രണ്ടാമത്തെ മൃഗം ഒന്നാമത്തെ മൃഗത്തിൻ്റെ അധീശത്വം സ്ഥാപിക്കുമ്പോൾ, നമസ്കരിക്കാൻ നിർബന്ധിക്കുമ്പോൾ, 13 വെളിപ്പാട് 13:16 അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയായ മുദ്ര ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു എന്നാണ് പറയുന്നത്. സാമ്പത്തിക കാരണങ്ങളാണ്. ഇന്ന് ലോകം നോക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ ഒരൊറ്റ സാമ്പത്തിക ക്രമത്തിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് രാഷ്ട്രത്തിൻ്റെ ഒന്നും പരിധിയോ ദൂരപരിധിയോ ഇല്ലാതെ പണം നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് നിലനിൽക്കുന്നത് ട്രേഡ് മാർക്കറ്റ്, ഓഹരി വിപണിയുമായിട്ടാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ ഓഹരി വിപണിക്ക് എപ്പോഴെങ്കിലും ചാഞ്ചാട്ടമുണ്ടായാൽ അത് ലോകം മുഴുവനും ബാധിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് വിപണി തുറന്നിരിക്കുകയും മറ്റൊരു ഭാഗത്ത് വിപണി അടച്ചിടുകയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിപണിക്ക് എല്ലാവർക്കും ഒരു പൊതു അവധി വേണം എന്ന് ഒരാശയം വന്നാൽ ലോകം തിരഞ്ഞെടുക്കാൻ പോകുന്നത് എപ്പോഴും പൊതു ഒഴിവ് ദിവസങ്ങളായിരിക്കും. പിന്നീട് ഇപ്പോൾ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ, ഇപ്പോൾ എല്ലാം ഓൺലൈനായിട്ട് ക്രെഡിറ്റ് കാർഡുകളും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ ഒരു റിമോട്ട് സ്ഥലത്ത് നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിയമം അംഗീകരിക്കാത്തവരുടെ ക്രയവിക്രയങ്ങൾ നിയന്ത്രിക്കാനായിട്ട് യാതൊരു പാടും ഇന്നില്ല, ബ്ലോക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ പോലും നമ്മൾ EMI അടയ്ക്കാനുണ്ടെങ്കിൽ ആ കമ്പനി അമേരിക്കൻ കമ്പനിയോ ജപ്പാനീസ് കമ്പനിയോ ആണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് EMI അടച്ചില്ലെങ്കിൽ ഈ ഫോണിൻ്റെ പ്രവർത്തനം നിർത്താൻ അവർക്ക് പറ്റുന്നുണ്ട്. ഇന്നങ്ങനെയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരളത്തിലുള്ള ബസ്സുകൾ പോലും ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷനിലേക്ക് മാറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. വികസനമാണ്, നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രായോഗിക വശം ഇതാണ്. ഈ ലോക നിയമത്തെ അംഗീകരിക്കാത്ത വരുന്നവരെ നിയന്ത്രിക്കാൻ അത് പാടില്ലാതെ വരികയും അത് നമ്മുടെ ക്രയവിക്രയങ്ങൾക്ക് കൊടുക്കാനും വാങ്ങാനും വിൽക്കാനും വാങ്ങാനും കഴിയാത്തൊരു കാലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. അത് അനുസരണത്തിൻ്റെ ഭാഗമായി തീരും. ആ നിയമം അനുസരിക്കാത്തവർക്ക് അവരെ ശിക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് ജീവനോപാധികൾ അടയ്ക്കുന്നതിനോ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ വളരെ എളുപ്പമായിരിക്കും. പാസ്റ്റർ, ഈ ഒരു പ്രതിസന്ധി നാം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതായ ഒരു പ്രതിസന്ധിയാണ്. അതോടൊപ്പം തന്നെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു മൃഗം കയറി വരുന്നതായിട്ട് പറയുന്നു. ഈ മൃഗം അതിന് അധികാരം ലഭിക്കുന്നതായിട്ട് പറയുന്നു. ഈ മൃഗം എവിടെ നിന്നാണ് കയറി വരുന്നത്? ഇതിന് അധികാരം നൽകുന്നത് ആരാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മൃഗം കയറി വരുന്നത് സമുദ്രത്തിൽ നിന്നാണ്. സമുദ്രം ഉദ്ദേശിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന ഒന്നായിട്ടാണ് ഇതിനെ കാണേണ്ടത്. പിന്നെ ഇതിന് അധികാരം കൊടുക്കുന്ന മഹാസർപ്പമാണ്. അപ്പോൾ മഹാസർപ്പം കൊടുക്കുന്ന അധികാരം വെച്ചുകൊണ്ടാണ് ഈ മൃഗം പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മതപരമായ അധികാരവും അതിൻ്റെ കൂട്ടത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ മതപരമായ കാര്യങ്ങളിൽ ആ ശക്തി ഇടപെടുകയും യഥാർത്ഥമായ ദൈവവിശ്വാസമുള്ളവരെ അതിൽ താർക്കാനുള്ള സാധ്യത അതിലൂടെ ഒരുക്കുകയും ചെയ്യും. ഇതാണ് ആ മൃഗത്തിൻ്റെ പ്രത്യേകത. അതാണ് ഈ മൃഗത്തിന് അധികാരം കൊടുക്കുന്നത് പിശാചാണ് വേദപുസ്തകം പറയുന്നത്. കാരണം പഴയ പാമ്പും സാത്താനുമായ ഈ മൃഗം. അപ്പോൾ ഈ മൃഗത്തിൻ്റെ അധികാരം വെച്ചുകൊണ്ട്, അഥവാ ഈ പിശാചിൻ്റെ അധികാരം വെച്ചുകൊണ്ടാണ് ഈ മൃഗം കാര്യങ്ങൾ നടത്തുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും പറയുന്നത് ഒരു മൃഗശക്തിയെ തിരിച്ചറിയാൻ ഒരു കീ വേർഡ് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1-6 വാക്യങ്ങൾ. ഈ അടയാളം വച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് മൃഗത്തെ വ്യക്തമായി തിരിച്ചറിയാൻ കൊണ്ട് സാധിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട രസകരമായ ഒരു കാര്യമാണ്. നമുക്കതിനെക്കുറിച്ച് നോക്കാം.
10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു കണ്ടു എന്നാണ്. അതായത് അതിന് മഹാസർപ്പം, പാമ്പ്, അതിൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരം കൊടുത്തു. ഒന്നാമത്തെ റീസൺ അതിൻ്റെ 3-ാം വാക്യത്തിലാണ്. അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി എന്ന് പറയുന്നു. ഇത് 1798 നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതുപോലെ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ സർവ്വസൈനാധിപനായ ജനറൽ ബാർത്തയർ പോപ്പിനെ ആക്രമിച്ച് കീഴടക്കുകയും സെൻറ്റ് ഹെലിന ദ്വീപിൽ അടക്കുകയും ചെയ്തു. അവിടെ വെച്ച് അതെ, അദ്ദേഹം മരണപ്പെട്ടു പോവുകയും പിന്നീട് ഒരു ചെറിയ ശക്തിയായി, ഒരു ചെറിയ രാഷ്ട്രമായി വത്തിക്കാൻ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം തിരികെ ലഭിക്കുകയും ചെയ്തു. ഇനി അതുകൊണ്ട് ഈ മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ ആരാധിക്കാനായിട്ട് പറയുകയാണ്. മഹാസർപ്പം പാമ്പാണ്, പിശാചാണ്, സാത്താനാണ്. അതാണ് ഒരു കാര്യം. ഇനി അവർക്ക് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു എന്ന് പറയുന്നത് രണ്ടാമത്തെ അടയാളമാണ്. വമ്പും ദൂഷണവും പറയുന്നത് ദൈവത്തിൻ്റെ അധികാരം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു പാപം വിമോചിപ്പിച്ചു എന്ന് യഹൂദന്മാർ കുറ്റമായി ആരോപിച്ചു. അതായത് ദൈവത്തിൻ്റെ അവകാശമായ പാപം വിമോചിപ്പിക്കാനുള്ള ഒരു അടയാളമാണത്. ഇന്ന് കുമ്പസരിക്കുകയും അല്ലെങ്കിൽ പാപവിമോചന ചീട്ടും ഒക്കെ ഉള്ള ഒരു കാലത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഒരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജോസഫ്, മൃഗത്തെയും അതിൻ്റെ അധികാരത്തെയും അതിന് ദൈവം നൽകിയതായ സമയപരിധികളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഈ മൃഗം മതനിന്ദ പ്രവർത്തിക്കും, മതത്തിനെതിരെ നിന്ദ പ്രസ്താവിക്കും എന്ന് പറയുന്നു. ഈ മതനിന്ദ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബ്ലാസ്ഫമി എന്ന് പറയുന്നത് എന്താണ്? മതനിന്ദ എന്നല്ല ഇവിടെ ദൈവദൂഷണം പറയാൻ തുറക്കുന്നതാണ് നാം വായിക്കുന്നത്. ഇപ്പോൾ ദൈവദൂഷണം എന്ന് പറയുന്നത് ലൂക്കോസ് 5-21 വാക്യത്തിൽ ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപം മോചിക്കുന്നവൻ ആർക്കെങ്കിലും കഴിയുമോ? അപ്പോൾ കർത്താവിന് യേശുക്രിസ്തു പാപം മോചിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാർ അവരുടെ മേൽ കുറ്റം ആരോപിച്ചു. അപ്പോൾ ദൈവത്തിന് മാത്രമല്ലേ പാപം ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കർത്താവിനെ കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നു. എന്നാൽ സഭ എന്ന് പറയുന്നത് പുരോഹിതന്മാർക്ക് പാപം മോചിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ദൈവദൂഷണമാണ് അവർ ചെയ്യുന്നത്. ദൈവത്തിന് മാത്രം കഴിയുന്നൊരു കാര്യം മനുഷ്യന് സാധിക്കുമെന്ന് അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ വിശുദ്ധന്മാരെ സ്വർഗത്തിലേക്ക് അയക്കുക, സ്വർഗാരോഹണത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഇതൊക്കെ ദൈവദൂഷണമാണ്. ദൈവത്തിന് മാത്രമേ ആരെങ്കിലും അങ്ങനെ ചെയ്യാനുള്ള അവകാശം ഉള്ളൂ എന്ന് ദൈവത്തിനോട് പഠിക്കുന്നു. പിന്നെ ഉള്ളത് ദൈവദൂഷണത്തിനായി അവർ വാ തുറക്കുന്ന ഒരു ശക്തി. ആ ദൈവദൂഷണത്തിന് വാ തുറക്കുന്ന ശക്തി എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ നാമത്തെ ഇകഴ്ത്തി കാണിക്കാൻ ഉള്ള എല്ലാ ശ്രമത്തിലും ഏർപ്പെടും. അത് ദൈവനാമ ദൂഷണം തന്നെയാണ് എന്നുള്ളത് കാണാൻ കഴിയും. പാസ്റ്റർ, ഈ മൃഗത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി ദൈവം ഒരു കാലഘട്ടം അവർക്ക് നിയോഗിച്ചു കൊടുത്തിരിക്കുന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. ആ കാലഘട്ടത്തിൻ്റെ പ്രസക്തി എന്താണ്? ആ കാലഘട്ടം ചരിത്രത്തിൻ്റെ ഏത് ഭാഗമായിട്ടാണ് വരുന്നത്? ഇവിടെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യമാണ്. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിലെ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വാ തുറന്നു എന്ന് പറയുന്നത്. ഈ 42 മാസം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചതുപോലെ ദാനിയേൽ 8:14 പറയുന്ന 2300 സന്ധിവിശ്വസം എന്ന് പറയുന്ന ദീർഘപ്രവചനത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങുകയും ഈ അന്ധകാരയുഗം, ഇരുണ്ട യുഗം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ വേദപുസ്തകത്തിനെയും ക്രിസ്തുവിനെ ആരാധിച്ചവരെയും പീഡിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഇയർ ഡേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഈ 42 മാസം എന്ന് പറയുന്നത് ഒരു മാസത്തിന് 30 ദിവസം വെച്ച് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 42 മാസത്തെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ 1260 ദിവസം എന്നുള്ള എണ്ണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പാസ്റ്റർ, ഈ 2 മൃഗങ്ങളെക്കുറിച്ച് പറയുന്നു വെളിപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായം അതിൻ്റെ 13, 18 വാക്യങ്ങളിൽ 11 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങളിൽ 1-ാം മൃഗത്തെക്കുറിച്ചും 13-ാം അധ്യായത്തിൽ മറ്റൊരു മൃഗത്തെക്കുറിച്ചും പറയുന്നു. ഈ 2 മൃഗങ്ങളുടെയും തമ്മിലുള്ളതായ വ്യത്യാസങ്ങൾ, പ്രകടമായ വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്?
വെളിപാട് ദിവസം 13 മുതൽ 18 വരെയുള്ള പറയുന്ന ഒന്നാം മൃഗവും പിന്നെ 13 ആദ്യത്തെ മൃഗത്തിൽ നിന്ന് അത് വളരെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് തിരുവനന്തപുരത്തിന് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എല്ലാ വിധത്തിലും ദൈവജനത്തെ പീഡിപ്പിക്കുക എന്നുള്ളതാണ് ഈ മൃഗത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. രണ്ട് മൃഗങ്ങളുടെയും ലക്ഷ്യം അതാണ്. അപ്പോൾ അതിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മത്സരമാണെന്ന് പോലും തോന്നിപ്പോയി. ആ വിധത്തിലാണ് അവർ വിശുദ്ധന്മാരെ പീഡിപ്പിക്കുകയും പിന്നെ മറ്റെല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വ്യത്യാസം വരുത്തുകയും അതുപോലെ ലോകത്തെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് മൃഗങ്ങളും അതുപോലെ ആ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഒരുപോലെ പ്രവർത്തിക്കുന്നത് ഈ ദൈവജനത്തെ പീഡിപ്പിക്കുന്ന കാര്യത്തിലാണ് എന്ന് കാണാവുന്നതാണ്. പാസ്റ്റർ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറി വരുന്നു. ഒന്ന് 10 കൊമ്പുകളുള്ളതായ മൃഗമാണ്, മറ്റേത് കുഞ്ഞാടിനുള്ളതുപോലുള്ളതായ 2 കൊമ്പുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കാഴ്ചയിൽ സൗമ്യമായ ഒരു പ്രതികരണമാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രവൃത്തിയോ ചെന്നായുടെ സ്വഭാവത്തോടുകൂടിയാണ് ഈ കുഞ്ഞാട് പ്രവർത്തിക്കുന്നതെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ 2 മൃഗങ്ങളും ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. എന്താണ് ഇവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? ആദ്യത്തെ മൃഗം എന്ന് പറയുന്നത് പാപ്പാത്ത റോമയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് ആ പാപ്പാത്ത റോമ അധികാരം സ്ഥാപിക്കാനായിട്ട് അത്ര വലിയ ശക്തിയായിട്ട് ലോകത്തിന് മുമ്പിൽ വന്നിട്ടില്ല. കാരണം അതൊരു ചെറിയ 7 തലയുള്ള അല്ലെങ്കിൽ 7 മലകളുടെ നടുക്കുള്ള ഒരു സിറ്റി, ഒരു നഗരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് രണ്ടാമത്തെ മൃഗം എന്ന് പറയുന്നത്. അത് ആടിനെ പോലെ ഇരിക്കുകയും ചെന്നായുടെ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നത് പറയുന്നത് യഥാർത്ഥത്തിൽ അത് രാഷ്ട്രം ഭൂമിയിൽ നിന്ന് കയറി വന്നത് എന്ന് പറയുകയാണ്. നാം പ്രവചനം പഠിക്കുമ്പോൾ അത് അമേരിക്കയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ആദ്യം ക്രിസ്തുവിനെയും ക്രിസ്തു സഭയെയും വളരെ പിന്തുണയ്ക്കുകയും ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് കാലം പോയപ്പോൾ അമേരിക്ക എന്ന രാജ്യം കൂടുതൽ സെക്കുലറായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദൈവീകത നഷ്ടപ്പെടുകയും പിന്നീട് ആദ്യത്തെ മൃഗമായ റോമൻ കത്തോലിക്ക അല്ലെങ്കിൽ സഭയുടേതായ ആശയങ്ങൾ ഒന്നൊന്നായി ദത്തെടുക്കുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കാലം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ഒന്നാമത്തെ മൃഗത്തിനു വേണ്ടി അധികാരം സ്ഥാപിക്കുന്ന ചട്ടുകമായിട്ട് അമേരിക്ക മാറും. ഈ അവസാന കാലഘട്ടത്തിൽ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കാത്ത എല്ലാവരെയും വേദനിപ്പിക്കാനും പീഡിപ്പിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത് ഈ ശക്തിയുടെ കീഴിലായിരിക്കും. ഇപ്പോൾ തന്നെ അമേരിക്കയെക്കുറിച്ച് ലോക പോലീസ് എന്നാണ് പറയപ്പെടുന്നത്. ആരോടും ചോദിക്കാതെ മറ്റു രാജ്യത്തിൻ്റെ അതിർത്തി കയറി അക്രമം കാണിക്കുക, അല്ലെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അമേരിക്കയെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അമേരിക്ക ഇപ്പോൾ തന്നെ അതിൻ്റെ ആ അധീന ശക്തി ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബൈബിളിൽ എത്ര കൃത്യമായി പറയുന്നു, അന്ത്യകാലത്ത് ദൈവത്തെ ആരാധിക്കുന്ന ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ അതിന് സർവ്വശക്തിയും ഉപയോഗിക്കാൻ കഴിയും. കാരണം അവരുടെ സാങ്കേതികവിദ്യ അത്ര വലുതാണ്, അവരുടെ ശക്തി അത്ര വലുതാണ്. ക്രമേണ അവർ ആ സെക്കുലർ മോഡിലേക്ക് പോവുകയും അവസാനം ആദ്യത്തെ മൃഗത്തിൻ്റെ ആശയങ്ങൾ ഏറ്റെടുക്കുവാൻ ഉള്ള ഉപകരണമായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ പ്രവർത്തനം സൂചിപ്പിക്കുന്നത്. ഈ 2 മൃഗങ്ങളും യോജിക്കുന്നതായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദൈവ ആരാധനയ്ക്ക് പകരം മാനുഷിക ആരാധന സാധ്യമാക്കുകയും ഒടുവിൽ അത് സാത്താനെ ആരാധിക്കുന്നതായ തരത്തിൽ മനുഷ്യരെ കൂട്ടുകയും ചെയ്യുന്നതായ ഒരു രീതിയാണ്. നമ്മുടെ പ്രേക്ഷകർ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതായ എല്ലാ ദൈവജനവും സത്യദൈവത്തെ ആരാധിച്ച് ബുദ്ധിയുള്ള ആരാധനകൾ കഴിക്കുവാൻ ദൈവം അവരെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ പാസ്റ്റർ VM ജോസഫിനെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ പാസ്റ്റർ ബിനോയ് ജേക്കബ് ദാസിനെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, ആസന്നമായി നാം പ്രതീക്ഷിച്ചിരിക്കുന്നതായ സംഘട്ടനം അത് നമ്മുടെ വഴിയിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപക്ഷെ നാം ഓൾറെഡി അതിന് വിധേയപ്പെടുകയോ അത് കണ്ടിട്ട് അതിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കുകയോ ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവത്തോടു കൂടെ നടന്ന് ദൈവരാജ്യം പ്രാപിക്കുന്നവരായിരിക്കാൻ, ദൈവത്തെ മാത്രം ആരാധിച്ച് ദൈവസന്നിധിയിലെത്തുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.